ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന 5 സൈലന്റ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ വർഷങ്ങളായി കഷ്ടപ്പെടുന്നത്, പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും കാണാത്തത്? എന്തുകൊണ്ടാണ് ചിലർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അവ സ്വപ്നങ്ങളായി തന്നെ തുടരുന്നത്? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർ വലിയ തെറ്റുകൾ ചെയ്യുന്നില്ല. അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് അവർ ദിവസവും ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ്. ഏറ്റവും അപകടകരമായ ശീലങ്ങൾ എന്താണെന്ന് അറിയാമോ? അവ നമ്മളെ വേദനിപ്പിക്കില്ല, പക്ഷെ പതിയെ നമ്മുടെ ആത്മവിശ്വാസത്തെയും സമയത്തെയും സ്വപ്നങ്ങളെയും അവ നശിപ്പിക്കും. ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ പറയാൻ പോകുന്ന അവസാന ശീലം അത് പല ആളുകളുടെയും ജീവിതം പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ കാരണമാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ നശിപ്പിക്കുന്ന 5 സൈലന്റ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ഒന്നാമതായി, എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കരുത്. എന്നും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നാളെ നാളെ എന്ന് പറയും. ഞാൻ നാളെ തുടങ്ങാം, അടുത്ത മാസത്തിൽ ജിമ്മിൽ പോകാം. ഈ ഒരു വാചകം എത്ര സ്വപ്നങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്മശാനമാണ്. കാരണം അവിടെ ഒരിക്കലും പൂർത്തിയാക്കപ്പെടാത്ത സ്വപ്നങ്ങൾ കിടക്കുന്നുണ്ട്. പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർ തുടങ്ങാൻ വൈകിയത് കൊണ്ടാണ്. ഒരു ദിവസം എന്നൊന്നില്ല, ഡേ 1 അല്ലെങ്കിൽ 1 ഡേ. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? കമൻറ്റിൽ എഴുതൂ നിങ്ങൾ ഏറെ കാലമായി മാറ്റിവെക്കുന്ന ഒരു കാര്യം എന്താണെന്ന്. പക്ഷെ ജീവിതം നശിപ്പിക്കുന്ന രണ്ടാമത്തെ ശീലം ഇതിലും അപകടകരമാണ്. കാരണം നമ്മൾ അത് ദിവസവും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. അവൻ വീട് വാങ്ങി, അവൾ നല്ല ജോലി നേടി, അവന് നല്ല ജീവിതമുണ്ട്, അല്ലെങ്കിൽ അവൾ നല്ല ഡ്രസ്സ് എടുത്തു, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? അതാണ് പലരുടെയും ചിന്ത. പക്ഷെ ഒരു കാര്യം സത്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യവുമായി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ആളുകളുടെ വിജയമാണ്, അവരുടെ കണ്ണീരും പരാജയങ്ങളുമല്ല. ഓർക്കുക, പൂക്കൾ എല്ലാം ഒരേ സമയത്ത് വിരിയുന്നില്ല. നിങ്ങളുടെ സമയവും വരും. ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ ശീലം ഇത് നല്ല മനസ്സുള്ള ആളുകൾ കൂടുതലായി ചെയ്യുന്ന ഒരു തെറ്റാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. എല്ലാവർക്കും എസ് പറയുന്ന ഒരാൾക്ക് സ്വന്തം ജീവിതത്തിന് സമയമുണ്ടാകില്ല. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നിടത്ത് നോ പറയാൻ പഠിക്കണം. കാരണം നിങ്ങൾ എല്ലാവർക്കും നല്ലവനാകാൻ ശ്രമിച്ചാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നല്ലവനാകാൻ കഴിയില്ല. ഇനി പറയാൻ പോകുന്ന നാലാമത്തെ ശീലം ഇത് നിങ്ങളുടെ ഊർജം ദിവസവും കവർന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? എന്നും എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് പറഞ്ഞാലും പ്രശ്നം, എന്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം, എന്ത് ചെയ്തില്ലെങ്കിലും പ്രശ്നം. സ്വപ്നം പറഞ്ഞാൽ ചിരിക്കും, പുതിയത് തുടങ്ങാൻ പറഞ്ഞാൽ പേടിപ്പിക്കും. അങ്ങനെയുള്ള ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വിജയം നമ്മുടെ മുന്നിലെത്തും. അങ്ങനെയുള്ള ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്കും പതിയെ നെഗറ്റീവ് ചിന്തകൾ വരാൻ തുടങ്ങും. ഓർക്കുക, ഊർജവും പകരും, നെഗറ്റിവിറ്റി പകരും. ഇനി പറയാൻ പോകുന്ന അവസാന ശീലം ഇതാണ് പലരുടെയും സ്വപ്നങ്ങളെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുന്നത്. സ്വയം വിശ്വസിക്കാതിരിക്കുക. എനിക്ക് പറ്റില്ല, ഞാൻ അത്ര നല്ലവനല്ല, എനിക്കിതിനൊന്നും കഴിയില്ല, ഞാനിത് ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും, എനിക്കിത് നാണക്കേടാവുമോ? ഈ വാക്കുകൾ ആരാണ് പറയുന്നത്? മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല, അത് നമ്മുടെ മനസ്സിലാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാത്തപ്പോൾ ലോകം നിങ്ങളെ വിശ്വസിക്കില്ല. എല്ലാ വലിയ വിജയങ്ങളും ഒരു ചെറിയ വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് ശ്രമിക്കാം, ഞാൻ ശ്രമിക്കട്ടെ എന്നൊരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ 5 സൈലന്റ് ഹാബിറ്റ്സ് എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കൽ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ, എല്ലാവരുടെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൽ, നെഗറ്റീവ് ആളുകളോടൊപ്പം കഴിയൽ, അതുപോലെ സ്വയം വിശ്വസിക്കാതിരിക്കുക. ഇവയിൽ ഒരെണ്ണം പോലും ഇന്ന് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതം മാറ്റാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ചെറിയ തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങിയാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 5 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായി ഉള്ളത്? കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു നല്ല വീഡിയോ നിങ്ങളുടെ ദിവസം മാറ്റാം, ഒരു നല്ല തീരുമാനം നിങ്ങളുടെ ജീവിതവും മാറ്റാം.